ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു നാരങ്ങാച്ചോറ് തയ്യാറാക്കാം. ഇത് നമ്മുടെ നാട്ടിലങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല. പക്ഷെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഇത് എപ്പോഴും അവർ ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ്. നല്ല ഉണ്ടാക്കാൻ എളുപ്പവുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. കൂടെ കൂടുതൽ സൈഡ് ഡിഷസ് ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഒരു പപ്പടമോ സലാഡോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നല്ലെണ്ണയാണ് മെയിനായിട്ടും ഈ നാരങ്ങാച്ചോറിന് തമിഴ്നാട്ടുകാരൊക്കെ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ഇവിടെ നല്ലെണ്ണയുടെ ടേസ്റ്റ് ചോറിന് വരുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. സൺഫ്ലവർ ഉപയോഗിച്ചാൽ മതി, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇനി കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് ഇടണം, കരിഞ്ഞു പോകാതെ വണ്ണം. നമ്മൾ 1 സ്പൂൺ കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കപ്പലണ്ടി തൊലിയോടുകൂടിയാണ് ചിലർ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 2 വറ്റൽമുളക് കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നിടം വരെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കൊരു 2 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇനി നമ്മളിതിലേക്ക് നാരങ്ങാനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോടുകൂടി ഇരിക്കുന്ന പാത്രത്തിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ നാരങ്ങാച്ചോറിനൊരു കയ്പ്പ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മളിതിലേക്ക് ഇത് ഓഫ് ചെയ്തിട്ടാണ് ഉപ്പും നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും പാത്രത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ നാരങ്ങാനീര് ചേർത്തിട്ട് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ ചോറ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇനിയൊന്ന് അടുപ്പ് കത്തിച്ച് കൊടുക്കണം. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങാച്ചോറ് റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാം. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് കയ്യിൽ കരുതാവുന്ന ഒരു ഫുഡാണ് നാരങ്ങാച്ചോറ്. കേടൊന്നും ആകത്തില്ല, നമുക്കിത് കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയിലയുടെ വിതറി നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ചൂട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ നാരങ്ങയുടെ പുളി തോന്നും. പക്ഷെങ്കിൽ ഇരിക്കും തോറും ഈ പുളി മാറി കുറഞ്ഞ നല്ല ടേസ്റ്റ് ആകും. ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ സമയം ചേർക്കാവുന്നതാണ്. അങ്ങനെ നാരങ്ങ സ്വാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ.